ഹാലേലുയ്യ 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 ഹാലേലുയ്യ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൊണ്ട് നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവേ, സ്വർഗത്തിൻ്റെ സിംഹാസനം ഭൂമി നിന്റെ പാദപീഠം, ആ പാദപീഠത്തെങ്കിലും ഇരുന്നു കൊണ്ട് കർത്താവേ, ഇവിടുത്തെ ദയക്കായി ഇവിടുത്തെ കരുണയ്ക്കായി വിളിച്ചപേക്ഷിപ്പാൻ എന്തൊക്കെയാണ് ഒരവസരം കൂടെ ഇവിടുന്ന് തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ ബലവുമാണ്. കഷ്ടങ്ങളിലെ ഏറ്റവും അടുത്ത തുണയായി ഇവിടുന്ന് കൂടെ ഇരിക്കുന്നതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ പിന്നെയും നിന്റെ സന്നിധിയിൽ വയ്ക്കുവാൻ കർത്താവേ, അവിടെ നൽകുന്ന വിടുതൽ കണ്ട് കർത്താവെ സന്തോഷിപ്പാൻ കൊണ്ടും പിന്നെയും നീ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി ഞങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആദിപിതാക്കന്മാരെ അനുഗ്രഹിച്ചതുപോലെ കർത്താവേ, നീ കുടുംബങ്ങളെ പണിതതുപോലെ പിന്നെയും ഞങ്ങളുടെ കുടുംബങ്ങളെ നീ പണിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നീയാണ് കുടുംബങ്ങളെ സ്ഥാപിച്ചത്. ദൈവത്തിന് സ്തോത്രം ചെയ്ത് നീയാണ് അവരെ കൂട്ടി യോജിപ്പിച്ചത്. കർത്താവേ, മുപ്പിരിച്ചവരുടെ അറ്റുപോകുകയില്ലെന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ ഓരോരുത്തരും ആയിരിക്കാൻ കൊണ്ടുകൊണ്ട് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. കുടുംബനാഥന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, നാഥന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു, അവരുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദിവസങ്ങളിൽ ഹല്ലേലൂയ പരസ്പര വിശ്വാസത്തോടെ സ്നേഹത്തോടെ സഹകരണത്തോടെ ജീവിപ്പാൻ എന്തൊക്കെയാണ് ഓരോരുത്തരെയും നീ സഹായിച്ചോളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സങ്കീർത്തന ഭാഗത്ത് പറയുന്നത് പോലെ യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുകൾ തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഹല്ലേലൂയ. യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. കർത്താവേ, അതിൽ പറഞ്ഞതായ എല്ലാ അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, അനുഗ്രഹം ഉണ്ടാകുവാൻ, അനുഗ്രഹം ഞങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാൻ എന്തുകൊണ്ടൊന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ കർത്താവേ ദിവസങ്ങളിൽ ശിഥിലമായി പോകുവാനല്ല കർത്താവേ, പരസ്പര വിശ്വാസത്തോടെ സ്നേഹത്തോടു കൂടെ ജീവിപ്പാൻ എന്തുകൊണ്ടും സഹായിക്കുമാറാകണമേ. ഒരു അർപ്പണബോധം നീ നൽകണമേ. സമർപ്പണം നീ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവേ, നീ അവർക്ക് ഹല്ലേലൂയ ആവശ്യമായ ഉപജീവന മാർഗം കൊടുത്ത് നൽകുമാറാകണമേ. മുന്നമേ നിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും നൽകി തരാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങളുടെ വിഷയങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു ദിവ്യ സമാധാനം ഹല്ലേലൂയ. ക്രിസ്തു തന്നെ ഞങ്ങളുടെ ഭവനങ്ങളുടെ നായകനായിരിക്കാൻ, നിന്നിൽ നിന്ന് ആലോചന പ്രാപിപ്പാൻ, നിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ, നിന്റെ വഴികളിൽ തന്നെ നടക്കുവാൻ തക്കവണ്ണമുള്ള കൃപ ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അപ്പാ, അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ യൗവനം ആരും തുച്ഛീകരിപ്പാൻ ഇടയാകാത്ത വിധത്തിൽ കർത്താവേ, നീ അവരെ കാത്തുകൊള്ളുമാറാകണമേ. നന്മയുണ്ടാകുവാനും ദീർഘായുസ്സോടിരിപ്പാനും മാതാപിതാക്കളെ ബഹുമാനിപ്പാനുള്ള കൃപ അവിടുന്ന് കൊടുക്കണമേ. അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഒരു പതറിപ്പോകുവാനല്ല കർത്താവേ, എൻ്റെ കർത്താവിൽ ആശ്രയം പുതുക്കുവാൻ എന്തൊക്കെ നീ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആശയ്ക്ക് വിരോധമായി ആശയോടെ കാത്തിരിപ്പാൻ കർത്താവേ, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ പിന്നെ ഞങ്ങളുടെ വിഷയങ്ങൾ സമർപ്പിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തെരുമാറാകണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും കർത്താവെ നീ ദിവസങ്ങളിൽ ഹല്ലേലൂയ അവിടുന്ന് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ആ കൽപ്പന പ്രകാരം കർത്താവെ ഞങ്ങളുടെ വീടുകളിൽ ഹല്ലേലൂയ കുടുംബ പ്രാർത്ഥന ഉണ്ടാകട്ടെ, വചനധ്യാനം ഉണ്ടാകട്ടെ, വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാകട്ടെ. കർത്താവെ, പരസ്പരം കുറ്റം പറഞ്ഞ പഴിചാരി പോകുന്നതായ അനുഭവത്തിൽ നിന്ന് കർത്താവെ വീടടക്കം ആനന്ദിക്കുന്നതായ അനുഭവം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹോദരന്മാരെയും ഏൽപ്പിക്കുന്നു, എല്ലാ സഹോദരിമാരെയും ഏൽപ്പിക്കുന്നു, എല്ലാ കുഞ്ഞുങ്ങളെയും ഏൽപ്പിക്കുന്നു. കർത്താവേ, വചനത്തിൽ ഹല്ലേലൂയ വചന നിശ്ചയത്തോടുകൂടെ വചനപ്രകാരം ജീവിപ്പാൻ വേണം. ഞങ്ങൾ പാർക്കുന്ന ദേശത്തിന് ഞങ്ങൾ അനുഗ്രഹമായിരിക്കാനും, ഞങ്ങളുടെ സഭയ്ക്ക് അനുഗ്രഹമായിരിക്കാനും, ഞങ്ങളുടെ ദേശത്തിന് അനുഗ്രഹമായിരിക്കാൻ വേണം. അവിടുന്ന് ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവേ, മറ്റുള്ളവർക്ക് വേണ്ടി ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പാനുള്ള കൃപയൊക്കെയും ഈ ദിവസങ്ങളിൽ ഇവിടുന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ ഈ ദിവസങ്ങളിൽ
കണ്ടുണരുവാന് കർത്താവേ, ഏത് വിഷയത്തിൻ്റെ നടുവിലും കാലിലെയും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിപ്പാന് ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങളുടെ സ്വീകാരം മുറുകെ പിടിച്ച് കർത്താവേ, ഹല്ലേലൂയ, കൃപാസനത്തിനടുത്തേക്ക് കടന്നു വരുവാന് വിടുതലിനായി കൃപയ്ക്കായി യാചിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പതറിപ്പോകുവാനല്ല കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ ഹല്ലേലൂയ ഭാരപ്പെടുവാനല്ല കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി കരുതുകയും ഞങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുകയും ചെയ്യുന്ന കർത്താവ്, എല്ലാം നന്നായി ചെയ്യുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ സകല കുടുംബങ്ങളെയും ഭരമേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവേ, ഞങ്ങൾ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. നീ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും കേൾക്കുന്ന ദൈവമാകയാൽ അങ്ങേ സ്തുതിക്കുന്നു. നിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരെയും ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. ഒരു കർത്താവേ, ഒരു പുതിയ ദർശനം ഞങ്ങൾക്ക് നൽകണമേ, പുതിയ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് നൽകണമേ. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കൃപയൊക്കെ ഞങ്ങൾക്ക് തരണമേ. ഒരു വിശുദ്ധ ജീവിതം നയിച്ച നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ കൊണ്ടുകൂടെ തടിയാക്കേണ്ടതിനായിട്ട് സ്തോത്രം. നിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, കൃപ കൂടെ ഇരിക്കണമേ, സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ.